ശ്രീ നൌഷാദ് അലി, ശ്രീ അഭിലാഷ് ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇത് ന്യൂനപക്ഷ വിരുദ്ധമാകുന്നത്? കൃത്യമായ പോയിന്റുകളിലൂടെ വിശദീകരിക്കാൻ കഴിയുമോ? ഇവിടെ വിനു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സുപ്രീം കോടതിയുടെ തന്നെ വിവിധങ്ങളായ വിധിന്യായങ്ങൾ, ഹൈക്കോടതിയുടെ വിധിന്യായങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ രാജ്യത്ത് നിലവിൽ 1,90,000-ലധികം മുസ്ലിം ജനവിഭാഗങ്ങളുടെ വീടുകൾ BJP റൂൾഡ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പൊളിച്ചു കഴിഞ്ഞു. നിലവിൽ തന്നെ ആയിരക്കണക്കിന് പള്ളികളും ദർഗകളും ഇവർ പൊളിച്ചു കളഞ്ഞു. മണിപ്പൂരിൽ ഉൾപ്പെടെ 100 കണക്കിന് ചർച്ചുകൾ ഇവർ പൊളിച്ചു കളഞ്ഞു. ഇതൊക്കെ ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റുകളുള്ള BJP ഇത്തരമൊരു നിയമം കൂടി വരുമ്പോൾ, ഒരു നിയമത്തിലൊരു പരാതിക്കാരനുണ്ടായാൽ അത് പരിഹരിക്കാൻ അവരുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ജില്ലാ കളക്ടറോ അതിന് സമാനമായ ഉദ്യോഗസ്ഥരൊക്കെ വരുമ്പോൾ എന്തൊക്കെ അട്രോസിറ്റികൾ ഇവർ ഈ നിയമം വെച്ച് ചെയ്തു കൂട്ടുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. ഇത് 1930-കളിൽ ജൂതന്മാർക്കെതിരെ ഹിറ്റ്ലർ ഉണ്ടാക്കിയ വിവിധങ്ങളായ നിയമങ്ങളുടെ തനി പകർപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അഭിലാഷ് പറഞ്ഞതുപോലെയുള്ള വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് കേസുകളുള്ള സാധുക്കളായ ജീവൽ മരണ പ്രശ്നം മുൻനിർത്തി കേസുള്ള ആളുകളുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് അനുഭാവപൂർണ്ണം സമീപിക്കും. യാതൊരു തർക്കവും. എന്താണ് മുനമ്പത്തെ ആളുകളുടെ അവസ്ഥ? 2022 കേരള നിയമസഭയിൽ മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു എന്ന് കേൾക്കൂ. നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഗവൺമെന്റ് വിട്ടുവീഴ്ച ചെയ്യുന്നതല്ല. മുമ്പ് ഫറൂഖ് കോളേജാണ് ഇത് വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഈ ഭൂമി തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ഇതാണ് അവസ്ഥ. അവിടെയാണ് ഈ നിയമ ഭേദഗതിയുടെ പ്രസക്തി. ശ്രീ നൌഷാദ് അലി, ഞാൻ വിനുവിനോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഒറ്റ കാര്യം വിനു, ഇവിടെ നമുക്ക് ഇന്ന് നടന്ന ഈ ബില്ലവതരണത്തിൽ പോലും നമുക്ക് അമെന്റ്മെന്റുകൾ കൊണ്ടുവരാമായിരുന്നു ഇതിനാനുപാതികമായിട്ട്. പക്ഷെ നമുക്കതിന് സമയമുണ്ടായില്ല. കാരണം കഴിഞ്ഞ ദിവസം 3 മണിക്ക് അമെന്റ്മെന്റുകൾ സമർപ്പിക്കാനുള്ള അവസാന സമയം വെക്കുകയും 2:30 മണിക്ക് ബില്ലിന്റെ കോപ്പി മെമ്പർമാരുടെ കയ്യിലെത്തിക്കുകയും ചെയ്തൊരു സർക്കാരാണിത്. സമാനമായിട്ട് JPC-യിലും 2 മണിക്കൂർ മുമ്പ് മാത്രമാണ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന നിമിഷത്തിന്റെ 2 മണിക്കൂർ മുമ്പ് മാത്രമാണ് ഈ ബിൽ കോപ്പി തന്നിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് മുനമ്പം എന്നൊരു വിഷയവുമായി ഈ വിശാലമായ സെക്ഷൻ 40-യുടെ കാര്യത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് എന്താണ്? സെക്ഷൻ 40 സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ടുള്ള വ്യവഹാരങ്ങളിൽ അനുഭാവപൂർണമായ സമീപനം ഉണ്ടാകണം എന്നു തന്നെയാണ് അഭിപ്രായം. കാരണം ഇത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഭൂമികളാണ്. ദൈവത്തിന് ആരുടെയും അന്യായമായ ഒരു തുണ്ട് ഭൂമിയുടെയും ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ